തെരഞ്ഞെടുപ്പ് കൂടി മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ BJP ആണെങ്കിലും കൃഷ്ണകുമാറിനെ ആണെങ്കിലും ലക്ഷ്യമിട്ടാകാം എന്നൊരു സാധ്യത കൂടി ഇതിലുണ്ടെന്നല്ലേ ഇതിനർത്ഥം? കാരണം രാഷ്ട്രീയത്തിൽ ആര് എങ്ങനെ എവിടെന്ന്, കാരണം എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനതുകൊണ്ടല്ലേ ആർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലല്ലോ, ഒരു പാർട്ടിക്ക് നേരെ ചൂണ്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തം പാർട്ടിക്കകത്തുനിന്നാവാം, പുറത്തു നിന്നാവാം, നമ്മളെല്ലാം കാണുന്നില്ല. എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘർഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏതുമാകാം. അതുകൊണ്ട് പറഞ്ഞ ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിൽ പോലും എന്നെ ടാർഗറ്റ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. കുടുംബത്തിനെ വലിച്ചടയ്ക്കാതിരിക്കുക, പിന്നെ ഈ ജാതിക്കാട് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിറക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ഇനി ആവർത്തിക്കാൻ താല്പര്യം. കാരണം ജാതിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയമല്ലാത്തവരാണ്. കാരണം ഞാനും ഭാര്യയും 2 ജാതി, മകൾ വേറെ ജാതി, പിന്നെ ഭാര്യയുടെ അനിയത്തി കല്യാണം കഴിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് ദയവീത് എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് തന്ന സഹകരണത്തിന് എന്നും നന്ദി. പക്ഷെ അനാവശ്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ പരാതി നൽകുന്നു, ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് ക്രമക്കേടുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നടത്തിയെന്നുള്ള പരാതി നൽകുന്നു. അപ്പോൾ അതിൽ ഒരു കൗണ്ടർ പെറ്റീഷൻ നടക്കുമ്പോൾ ആ കൗണ്ടർ പെറ്റീഷന് പ്രാധാന്യം കൊടുക്കുകയും ഈ പരാതിക്ക് അപ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പരാതിക്കാർക്കെതിരെ ഒരു സമീപനം സ്വീകരിക്കുന്നത് കൃഷ്ണകുമാർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ആദ്യം ഒന്നും അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഓരോ പ്രവൃത്തി കാണുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിച്ചു. അതുകൊണ്ട് കുറച്ച് മുൻപ് പറഞ്ഞ ഉത്തരം അതിനായിരുന്നു. കാരണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. കാരണം വെച്ച് കഴിഞ്ഞാൽ സംശയങ്ങൾ തോന്നുമെങ്കിലും നമ്മൾ തെളിവില്ലാത്ത കാര്യമാകുമ്പോൾ ഇപ്പോഴത്തെ ഇതിനകത്ത് പ്രതികൾ ചെയ്ത പോലെ ഈ കാടടച്ച് പിടിപ്പിക്കുന്നവർ ഇവരാണെന്ന് നമ്മൾ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ഈ സമയത്ത് നമുക്ക് തോന്നുന്നതാണ്, ചിലപ്പോൾ നമുക്ക് ഇന്ന ആൾക്കാരാണെന്ന് തോന്നുന്നവർ ചിലപ്പോൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തെളിവില്ലാതെ ആരെപ്പറ്റിയും ഒരു ആരോപണം ഉന്നയിക്കാനും ഒരിക്കലും ജീവിതത്തിൽ ശ്രമിച്ചിട്ടില്ല, ഇനിയും ശ്രമിക്കുന്നു. പക്ഷേ ആരോ ഉണ്ട്. അത് ഈ കുട്ടികളുടെ കഷ്ടകാലത്തിനാണ് അവർ വന്ന് പെട്ടിരിക്കുന്നത്. കാരണം നിയമത്തിൻ്റെ യാതൊരു വശവും അറിയാത്ത ഒരു പൊട്ടബുദ്ധി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ബുദ്ധിയുള്ള ഏതോ ഒരു വക്കീലിൻ്റെയൊക്കെ ഡിഗ്രി പോലും ഇല്ലാത്തൊരു വക്കീലാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനെ പെടില്ലായിരുന്നു. ഇനി അവരുടെ ജീവിതം ദുസ്സഹമായി പോവും അവർ കാണിച്ച പ്രവൃത്തിക്ക്. കൂടുതലൊന്നും പറയാനില്ല. കാരണം ചെയ്യാൻ നല്ല ബുദ്ധി തട്ടെ. എന്തോ കാരണം വെച്ചാൽ നമ്മൾ സംശയം തോന്നി എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും വിരളിച്ചുകൊണ്ട്, സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ പറയാം എനിക്ക് ഇന്ന സംശയമുണ്ട്. അല്ലാതെ നമ്മുടെ സംശയം ശരിയാവണമെന്നില്ലല്ലോ. അത് നമുക്ക് പലപ്പോഴും തോന്നുന്നതാണല്ലോ, അവരായിരിക്കാം ഇവരായിരിക്കാം. നമ്മൾ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പലതൊക്കെ വിളിച്ചു പറയും അവനാണ് ഇവനാണെന്ന്. പ്രായപൂർത്തിയായി പക്വത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളുടെ കേസ് തന്നെ ആലോചിക്കൂ. ഞങ്ങൾ എപ്പോഴെങ്കിലും, എനിക്ക് മാധ്യമമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരോടെങ്കിലും ഈ കുട്ടികളിങ്ങനെ കാണിച്ചു ഇങ്ങനൊരു സംഭവം നടന്നു നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞില്ല. കാരണം ഈ കുട്ടികളെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കുണ്ടാകുന്നൊരു ക്ഷീണം പോലെ ഇവരുടെ മാതാപിതാക്കൾ നിരപരാധികളാണെങ്കിൽ ഇവർ കാണിച്ച ഇതിൽ അവരെന്തുമാത്രം അനുഭവിക്കും നിങ്ങൾ ഓർക്കുക. അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ആരോ ഒരാൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി, ഇതിനേക്കാൾ അവർ ബുദ്ധിമുട്ട്. കാരണം വളരെ സാധു കുടുംബത്തിൽ, പക്ഷെ അവരായിട്ട് ഞങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു, നിർബന്ധിപ്പിച്ചു. ഇപ്പം തന്നെ ഇന്നിവിടെ നിങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കെതിരെ പറഞ്ഞൊരാരോപണം പൊളിഞ്ഞ് പപ്പടമാവുന്നു നിങ്ങൾ കണ്ടു വീഡിയോ സഹിതം. ആ വീഡിയോ പോലും നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം നമുക്ക് കിട്ടില്ല. കാരണം പോലീസ് കൊണ്ടുവരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. അപ്പോൾ അത് പോലീസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ കള്ളം പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി അവർക്ക് നിൽക്കക്കള്ളിയില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. ഇതെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന്, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് അഭിനന്ദനങ്ങൾ. കേട്ടില്ല. അതെ 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 അല്ല, ഇതെല്ലാം കൂടിയാണ് നമ്മൾ പറയുന്നത്. ഈ വ്യാപ്തി വരുന്നതെന്ന് വെച്ചാൽ ഈ 69 നിൽക്കത്തില്ല. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഓഡിറ്റേഴ്സ് പറഞ്ഞു തരുന്നതാണ്. അതിൽ പോലും വ്യത്യാസം വരാം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കുട്ടികളുടെ അക്കൗണ്ടുകളിൽ ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ 34 ലക്ഷം രൂപ വന്നിരിക്കുന്നു, ഒരു കുട്ടിയുടെ 12. പക്ഷെ ഇവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡബിളിങ് വരാനും സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ആ കുട്ടികൾ ഷെയർ ചെയ്തിരിക്കുന്നു, അവർ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്നു. ഇനി ആരുടെയൊക്കെ അക്കൗണ്ടിലോട്ട് മാറ്റിയിരിക്കുന്നു, ഇത് മുഴുവൻ ഒരു ഓഡിറ്റിംഗ് നടത്തി കഴിയുമ്പോൾ പോലീസിന് കിട്ടും. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഇത് വെളിയിൽ വരാൻ പറ്റും. തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ മകളോടൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവിനകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ നമ്മൾ സ്ഥാപനത്തിൽ ആളുകളെ വയ്ക്കുന്നു, വിശ്വസിക്കുന്നു.
ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ലുലു എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് യൂസഫ് അലി സാർ, അദ്ദേഹമാണ് ഈ ലുലു മോളും, അദ്ദേഹം ഡെയിലി ഈ മോളുകളിൽ മുഴുവൻ പോയിരിക്കുമോ? ഇല്ല. വിശ്വസ്തരായ സ്റ്റാഫുകളെ വയ്ക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, കണക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ. ഇതൊരു ചെറിയ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു, അത് പ്രതീക്ഷയ്ക്ക് അപ്പുറം വളരുന്നു. അപ്പോഴെന്താ നോക്കുന്നത്? ഈ കുട്ടികളൊന്നും ഞങ്ങൾ വേറെ സ്റ്റാഫിനെ കൊണ്ടുവരാം, ഇവരുടെ കൂട്ടുകാരികളെ കൊണ്ടുവരുന്നു. നമ്മളും പറയുന്നു സന്തോഷം, വാ മക്കളെ എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇവരിങ്ങനെ ചെയ്യുന്നു. ഇവരുടെ വീഡിയോസ് നോക്കൂ, കല്യാണവും മറ്റു പരിപാടികളും. ഇവളുടെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ്. ഇവളുടെ 5-ാം മാസം 7-ാം മാസം വരെ പരിപാടി നടക്കുമ്പോൾ ഈ കുട്ടികളാണ്. നമ്മൾ ചിന്തിക്കുമോ ഇവരാണെന്ന്? അല്ലല്ല. ഈ ഇടപാടുകളെല്ലാം കൂടി അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്കിതൊക്കെ അറിയാൻ കഴിഞ്ഞത് അത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിനോട് ചോദിച്ചാൽ. കാരണം ഇതൊരു വലിയ, ഞങ്ങളുടെ ഫോണിലൊക്കെ നോക്കുമ്പോഴേ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ 100-100 പേജിന് മുകളിൽ പോകും. ഈ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംശയം തോന്നി. കാരണം വെച്ചാൽ ബേസിക് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവളുടെ അനിയത്തി ഇഷാനിയുടെ ഫ്രണ്ട് വന്ന് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ QR കോഡ് വർക്ക് ചെയ്യുന്നതിന് വേറെ കാണിച്ചു. ഹൻസിക്കയുടെ 2 പേര്. അപ്പോൾ അവർ പൈസ കൊടുത്തതിന് ശേഷം അവർ നോക്കി വേറെ പേര് വന്നു. ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ദിയയ്ക്ക് ഈ പൈസ കിട്ടിയോ? നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇല്ല. ഇത് വിളിച്ച് ചോദിക്കുന്നിടത്തു നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം.